ബാക്ക്. നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 എസ് എ ക്വസ്റ്റ്യൻസ് ഓവർഹെഡ് ചാപ്റ്റർ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, അതുപോലെ ബഡ്ജറ്റ്, ഇതിലാണ് പിന്നെ എസ് എ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറെ കൂടുതലൊന്നും സംസാരിക്കാനില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുൻപായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ, നമ്മൾ ഡിസ്കസ് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 8 കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. അതിലെ എസ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എസ് എ നോക്കുക. എസ് എയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആദ്യം അതിലെ തിയറി പാർട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ചില ആളുകൾ തിയറിയിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ഒന്ന് ആദ്യം തീരുമാനാക്കുക. അതിനുശേഷം പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ അതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യ ഭാഗത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒറ്റ മിനിറ്റ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഇത് എ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ്, ഒരു ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമറുടെ റിക്വയർമെന്റിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഷോർട്ട് ടൈം ആയിട്ടുള്ള ജോബ് കോസ്റ്റ് ആണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കോൺട്രാക്ട് കോസ്റ്റിംഗ് ജോബ് കോസ്റ്റിംഗ് ആണെങ്കിലും നമ്മൾ ലോങ് ടൈം എടുക്കുന്ന ടൈപ്പ് ആയിട്ടുള്ള ജോബ് കോസ്റ്റിംഗ് എല്ലാം നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗിലാണ് വരിക. ഇൻ വിച്ച് കോസ്റ്റ് ആർ ആട്രിബ്യൂട്ടബിൾ ടു ഇൻഡിവിജ്വൽ കോൺട്രാക്ട്സ് rather than ജോബ് ഓർ ബാച്ച്. ജോബ് ബാച്ചിന് പുറമെ അതിനേക്കാളും ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കോസ്റ്റ് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കസ്റ്റമറിന്റെ റിക്വയർമെന്റ് പ്രകാരം ആയതുകൊണ്ടാണ് ജോബ് കോസ്റ്റിംഗ് വരുന്നത്. എന്നാൽ ലോങ് ടേം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 1 വർഷമോ 2 വർഷമോ ആയിക്കൊള്ളണം എന്നില്ല. ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, അത്തരം കാര്യങ്ങളൊക്കെയാണ് കോൺട്രാക്ട് കോസ്റ്റിംഗിൽ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ലാർജ് സ്കെയിൽ ആണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ലാർജ് സ്കെയിൽ ആയിരിക്കും, ലോങ് ടൈം കോൺട്രാക്ട് ആയിരിക്കും. ലോങ് ടൈം കോൺട്രാക്ട് അത്തരം സാധനങ്ങൾ തന്നെയാണ് അതിൽ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടത്. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു കൂടെ ആ ക്വസ്റ്റ്യന്റെ ഭാഗമാണ്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്ടിന്റെ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കുക. ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു 1, 2, 3, 4 വർഷം കൊണ്ടേ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1-ാം വർഷം, 2-ാം വർഷം, 3-ാം വർഷം ഈ കോൺട്രാക്ട് എന്താണ്, ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ആണ്. അപ്പൊ ഈ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. P&Lക്ക് പ്രോഫിറ്റ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, അതിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നോക്കുക. നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ, കോൺട്രാക്ടിന്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എത്ര പെർസെൻറ്റേജ് ആണോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കുക, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എങ്ങനെ കാണും? വർക്ക് സർട്ടിഫൈഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോൺട്രാക്ട് പ്രൈസ് തന്നിട്ടുണ്ടാവും. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കിട്ടും. ഓക്കെ, അപ്പം ലെസ് ദാൻ 25% ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. 25% മുതൽ 50% വരെയാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. 1/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇനി 50 വന്നു 90 വരെയാണെങ്കിൽ 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ആണ്. ഇത് 90%ന്റെ മുകളിലാണ് കംപ്ലീഷൻ, നിയർ കംപ്ലീഷൻ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. ഇതിൽ മിനിമം എന്ത് ചെയ്യുക, ഈ ഇക്വേഷനെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച ഇക്വേഷനെങ്കിലും സെറ്റ് ചെയ്യുക. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതുവരെയുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യാം, ഇതുവരെയുള്ള പ്രോഫിറ്റ് കണ്ടെത്തുക. ഇനി ടോട്ടൽ കോസ്റ്റ് എടുക്കുക. ടോട്ടൽ കോസ്റ്റ്, ഇതുവരെ ചെലവാക്കിയ കോസ്റ്റ്, അതിലേക്ക് ഇനി എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് കോൺട്രാക്ട് പ്രൈസ് ഉണ്ടാവും. ഈ കോൺട്രാക്ട് പ്രൈസ് എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക. ഉദാഹരണം എന്താണ്, 10 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെ ചെലവാക്കിയിട്ടുണ്ട്. ഇനി 1 ലക്ഷം രൂപയും കൂടെ ചെലവാക്കാനുണ്ട്. നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് 15 ലക്ഷമാണ്.
അപ്പൊ ഈ 11 ലക്ഷമാണ് നമ്മുടെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഈ എസ്റ്റിമേറ്റഡ് കോസ്റ്റിന്ന് 15 ലക്ഷമായിട്ടുള്ള കോൺട്രാക്ട് പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റിനാണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നോഷണൽ പ്രോഫിറ്റും എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റും തമ്മിൽ മാറ്റമുണ്ട്. എന്താ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ചെലവിനെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആ രീതിയിൽ കാണിക്കുന്നുള്ളൂ, ഇതുവരെ വന്നിട്ടുള്ള ചെലവിനെ. ഓക്കെ, എക്സാക്ട് അല്ല, വർക്ക് സർട്ടിഫൈഡും കൂടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലാരിറ്റി വരുത്താം. ഓക്കെ, അപ്പൊ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ കോസ്റ്റ് ഇൻവേർഡ് ടിൽ ദ ഡേറ്റ് പ്ലസ് എസ്റ്റിമേറ്റഡ് ഫർദർ കോസ്റ്റ്. അതാണ് 11 ലക്ഷമായി മാറിയത് ടോട്ടൽ. എന്നിട്ട് കോൺട്രാക്ട് പ്രൈസ് നിന്ന് കുറക്കുമ്പോൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടും. ഇനി നോക്കുക എന്തൊക്കെ ചെയ്യേണ്ടത്. ക്യാഷ് റെസീവ്ഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഒരു ഇക്വേഷൻ വർക്ക്ഔട്ട് ചെയ്യണം. മറ്റൊന്ന് വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. മൂന്നാമത്തെ ക്യാഷ് റെസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അടുത്തത് നോക്കുക എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ദ വർക്ക് ടു ഡേറ്റ്, ഇന്ന ഡേറ്റ് വരെ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു 10 ലക്ഷം വരെ നമ്മൾ ഇതുവരെ ചിലവാക്കിയത് ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് എത്ര, 11 ലക്ഷം ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. പിന്നെ ഈ ഇക്വേഷൻ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഏതാ, നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു, നോഷണൽ ആണ് എസ്റ്റിമേറ്റഡ് അല്ല, ശ്രദ്ധിക്കുക. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന 5 മാർക്കിനോ 2 തവണ 5 മാർക്കിനെ ചോദിച്ചു. ഇനി 2024 അവിടെ എന്ത് ചെയ്തു, അതാണ് ഞാൻ അതിന്നാണ് ഡിസ്കഷൻ പോന്നിട്ടുള്ളത്. ഓക്കെ, ഇതാ ഇവിടെ കണ്ടില്ലേ 2024 ഞാൻ മനസ്സിലാക്കുന്നത് ഇതേ ക്വസ്റ്റ്യൻ. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താ, ഫീച്ചേഴ്സ് എന്താ, അത് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അത് നല്ലപോലെ ശ്രദ്ധിക്കുക. അത് പ്രോബ്ലത്തിന് ആവശ്യമാണ്. ഇനി ഫീച്ചേഴ്സ് നോക്കുക. ഫീച്ചേഴ്സ് എന്താണ്, ഈച്ച് കോൺട്രാക്ട് ഈസ് ട്രീറ്റഡ് ആസ് ഡിസ്റ്റിങ്ക്ട് കോസ്റ്റ് യൂണിറ്റ്. ഓരോ കോൺട്രാക്റ്റും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആണ്. ഓൾ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ദാറ്റ് കോൺട്രാക്ട്, ഓരോ കോൺട്രാക്റ്റും റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ കോൺട്രാക്ടിന്റെയും ക്യാഷ് എന്ത് ചെയ്യും, എക്സ്പെൻസ് എന്ത് ചെയ്യും, സെപ്പറേറ്റ്ലി റെക്കോർഡ് ചെയ്യും. അടുത്തത് കോൺട്രാക്ട്സ് ആർ ജനറലി എക്സ്റ്റെൻഡഡ് ലോങ് പീരിയഡ്, മോർ ദാൻ 1 ഫിനാൻഷ്യൽ ഇയർ വരും. കോൺട്രാക്ട് ഒരു ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് കാലം എടുക്കൂല, ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് കാലം എടുക്കൂലേ, അതാണ് മറ്റൊരു ഫീച്ചർ. പിന്നെ വർക്ക് ഈസ് എക്സിക്യൂട്ടഡ് അറ്റ് ദ ലൊക്കേഷൻ അതർ ദാൻ കോൺട്രാക്ടേഴ്സ് പ്രിമൈസസ്. ഒന്നുമില്ല, നമ്മളിപ്പോ കോൺട്രാക്ടിന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വർക്ക് ചെയ്യാം, നമ്മുടെ സൈറ്റിലെ വർക്ക് ചെയ്യാം. അതന്നെ കോൺട്രാക്ടറുടെ മറ്റു പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ഫാൻ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് എവിടെ വരിക, കോൺട്രാക്ടറുടെ ലൊക്കേഷനിലാണ് വരിക. പക്ഷെ ഇവിടെ കോൺട്രാക്ടറുടെ ലൊക്കേഷനിലല്ല വരിക, സ്വാഭാവികമാണ്. ഓക്കെ, ഇനി ലാർജ് സ്കെയിൽ ജോബിലാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുക, റോഡ്, ബ്രിഡ്ജ്, ഡാംസ്, ബിൽഡിങ്സ് ഒക്കെ. പിന്നെ മേജർ പാർട്ട് ഓഫ് കോസ്റ്റ് എന്തായിരിക്കും, ഡയറക്റ്റ് ആയിരിക്കും, മെറ്റീരിയലും ലേബറും. ഇൻഡയറക്റ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ പേയ്മെന്റ് കൊടുക്കുക എങ്ങനെ, നമ്മൾ ഒരു കോൺട്രാക്ടിന്റെ മുഴുവൻ പൈസ ഒന്നിച്ച് കൊടുക്കുകയാണോ ചെയ്യുക, അല്ല, സ്റ്റേജ് വൈസിലാണ് കൊടുക്കുക. അത് ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ എത്രയാണോ വർക്ക് സർട്ടിഫൈ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുക. അതുപോലെ തന്നെ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത മുഴുവൻ എമൗണ്ടും കൊടുക്കില്ല, കുറച്ച് എമൗണ്ട് നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കും സെക്യൂരിറ്റി ആയിട്ട്. അത് നമ്മൾ പ്രൊജക്ട് ഫുള്ളി സാറ്റിസ്ഫാക്ടറിലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ കൊടുക്കുള്ളൂ. പിന്നെ എന്താണ്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കിനെ നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ് എന്ത് ചെയ്യുക, കാണിക്കുക. അതൊക്കെ ജസ്റ്റ് കോൺട്രാക്ട് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ ചില സമയത്ത് എസ്കലേഷൻ ക്ലോസ് ഉണ്ടാവും. എസ്കലേഷൻ ക്ലോസ് എന്താണ്, മെറ്റീരിയൽ ലേബറിലൊക്കെ പൈസ കൂടുകയാണ്, കോസ്റ്റ് കൂടുകയാണ്. അത്തരം സമയത്ത് കോൺട്രാക്ടർക്ക് ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന ക്ലോസിനെയാണ് എന്ത് പറയുന്നത്, എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന സ്റ്റേജിന്റെ കംപ്ലീഷന്റെ അനുസരിച്ചാണ്. യൂസിങ് ഫോർമുല ലൈക്ക് പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ഓർ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ ചെയ്തില്ലേ, അതേപോലെയാണ് എന്ത് ചെയ്യുക, നമ്മളിപ്പം ഡിസ്കസ് ചെയ്തില്ലേ. അപ്പൊ സ്റ്റേജ് ബേസിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഫോർമുല ഉപയോഗിച്ചിട്ടാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത്രയൊക്കെയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിലൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് പ്രോബ്ലം നോക്കാം. ഓക്കെ, എന്താണ് പ്രോബ്ലം? ഒന്നാമത്തെ പ്രോബ്ലം തന്നെ എടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യൂല, കാരണം നേരെ ഉണ്ടാവില്ല. ബാക്കി നിങ്ങൾക്ക് നോക്കിയാൽ മതി. മിസ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും യൂട്യൂബിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണണമെങ്കിൽ കാണാൻ പറ്റും. മെറ്റീരിയൽ കോസ്റ്റിംഗിന്റെ റിവിഷനിലുണ്ട്, സോറി കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ റിവിഷൻ എന്ന് പറഞ്ഞ വീഡിയോ, അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പൊ ഞാൻ ഒന്നേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്താണ്, മിസ്റ്റർ ഭാരത് അണ്ടർടുക്ക് കോൺട്രാക്ട് നമ്പർ 501 ആണ്. കോൺട്രാക്ട് പ്രൈസ് ആയി 5 ലക്ഷമാണ്. സ്റ്റാർട്ട് ചെയ്തത് 2019 ജൂലൈ 1 31 മാർച്ചിനാണ്. അത് കംപ്ലീറ്റ് അല്ല, ആ ഒരു വർഷത്തെ ഡീറ്റെയിൽസ് ആണ്.
അത് ശ്രദ്ധിക്കുക, ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ജൂലൈ മുതൽ മാർച്ച് വരെ എത്ര ഉണ്ട്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 9 മാസമുണ്ട്. 9 മാസേ കണക്കേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഡിപ്രീസിയേഷൻ ഒക്കെ കാൽക്കുലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ 9 മാസത്തെ ഡിപ്രീസിയേഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാനാണ് ഇത് ആദ്യം പറഞ്ഞത്. ഇനി നിങ്ങൾ കോൺട്രാക്ട് കോസ്റ്റിംഗിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കോളല്ലേ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക, ഡെബിറ്റ് ക്രെഡിറ്റ്. ഇവിടെ എല്ലാ എക്സ്പെൻസസും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ മറ്റ് സംവിധാനങ്ങളും റെക്കോർഡ് ചെയ്യും. മെറ്റീരിയൽ ഇഷ്യൂഡ് ടു സൈറ്റ് നമുക്ക് എക്സ്പെൻസ് അല്ലേ, ഡെബിറ്റ് സൈഡിൽ വരണം. ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് എക്സ്പെൻസ് അല്ലേ, ഡെബിറ്റ് സൈഡിൽ വരണം. സൈറ്റ് ഓഫീസ് കോസ്റ്റ് എക്സ്പെൻസ് അല്ലേ, ഡെബിറ്റ് സൈഡിൽ വരണം. പ്ലാന്റ് നമുക്ക് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഒന്നെങ്കിൽ പ്ലാന്റ് ഡെബിറ്റ് സൈഡിൽ എഴുതുക, എന്നിട്ട് ക്ലോസിംഗ് പ്ലാന്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഡയറക്റ്റ് ഡെബിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. ഏതെങ്കിലും ഒരു സംവിധാനം ചെയ്യണം. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് പെയ്ഡ് അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആണ്. ഈ അഡ്വാൻസ് എന്ത് ചെയ്യണം, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് കുറക്കണം. ഓക്കെ, കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ വരേണ്ടതാണ്. വേജസ് പെയ്ഡ് ഡെബിറ്റ് സൈഡിൽ വരേണ്ടതാണ്. ജനറൽ ഓവർഹെഡ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡിൽ വരേണ്ടതാണ്. സബ് കോൺട്രാക്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് വീണ്ടും നമ്മുടെ കോൺട്രാക്ട് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. അതായത് ഒരു കോൺട്രാക്ട് ഉണ്ടാവും, ഒരു കോൺട്രാക്ടർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും വർക്ക്. ആ കോൺട്രാക്ടർ മറ്റൊരാൾക്ക് സബ് കോൺട്രാക്ട് ചെയ്യുന്നതിനാണ്. അപ്പൊ ഈ മെയിൻ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ സബ് കോൺട്രാക്ടിന്റെ കോസ്റ്റ് എന്താണ്, എക്സ്പെൻസ് ആണ്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ വരണം. പിന്നെ വേജസ് അറ്റ് ദ എൻഡ് എന്ന് പറയുമ്പോൾ അക്രൂഡ് ആണ് ഇത് കൊടുക്കാനുള്ള, ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ നമ്മൾ വേജസ് വിടല്ലേ, അതിലേക്ക് ഈ 20,000 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. മെറ്റീരിയൽ ഇനി ബാലൻസ് ഉണ്ട്, എത്ര, 5,000 ഉണ്ട്. അത് ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട സാധനമാണ്. ബാലൻസ് വന്ന് മെറ്റീരിയൽ ഒന്നിച്ച് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് നമ്മളെ ചെലവായിട്ട്. പക്ഷെ ഉപയോഗിക്കാത്ത ചെലവാണോ, അല്ല. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. ഇനി ക്യാഷ് റിസീവ് ചെയ്തത് 2 ലക്ഷമാണ്. അത് വർക്ക് സർട്ടിഫൈഡിന്റെ 80%. അപ്പൊ വർക്ക് സർട്ടിഫൈഡ് ക്വസ്റ്റ്യൻ ഇതുവരെ തന്നിട്ടില്ല. എപ്പോഴും ക്വസ്റ്റ്യനിൽ 80% എന്നാ ഉണ്ടാവുക ക്യാഷ് റിസീവ്ഡിന്റെ. അപ്പൊ എന്ത് ചെയ്യുക, ക്യാഷ് റിസീവ്ഡ് 2 ലക്ഷം അല്ലേ. അപ്പൊ നമ്മൾ ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, വർക്ക് സർട്ടിഫൈഡ് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട, പ്ലാന്റ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം, 10% കൊടുക്കണം. 10% കൊടുക്കണം എന്ന് പറയുമ്പോൾ 10% ഇപ്പോൾ ആനാണ്, ഒരു വർഷത്തിനാണ്. നമുക്ക് 9 മാസേ ഉള്ളൂ. അപ്പൊ 9/12 ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. മെറ്റീരിയൽ എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡിൽ വന്നു. വേജസിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം, അത് 20,000 ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് പ്രീപെയ്ഡ് ആയതുകൊണ്ട് തന്നെ അത് ഈ വർഷത്തേക്കല്ല, അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആണ്. അപ്പൊ അത് കുറക്കണം. ജനറൽ ഓവർഹെഡ് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നത്, വേജസിന്റെ 25%. അപ്പൊ വേജസ് എത്ര, 20,000 ആണ്. വേജസ് അവിടെ 20,000, അതിന്റെ 25% ഈ 5,000. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു, 20,000 ഇൻറ്റു 25/100 ചെയ്തു. ഓക്കെ, അപ്പൊ 200 ഇൻറ്റു 25. ഓക്കെ, ഇനി സൈറ്റ് ഓഫീസ് കോസ്റ്റ് ഉണ്ട് 10,000. സബ് കോൺട്രാക്ടറുടെ കോസ്റ്റ് ഉണ്ട്, വന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, എന്താണ് പ്ലാന്റ്. ഇത് ഞാൻ എന്താ ചെയ്തത്, കോസ്റ്റ് മുഴുവൻ ഇവിടെ എഴുതി, എന്നിട്ട് പ്ലാന്റിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കൊടുത്തു. ഇനി നേരെ മറിച്ച് ഇത് രണ്ടും എഴുതാതെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് എഴുതിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഈ 15,000 മാത്രം എടുത്ത് ഇവിടെ എഴുതുക. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാം. നേരെ മറിച്ച് ഞാൻ ആദ്യം ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് ചെയ്യുന്നവർ ആദ്യം 20,000 എഴുതുക, ഇവിടെ 1,85,000 എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 15,000 ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് ചെയ്യും, അക്കൗണ്ട് ചെയ്യപ്പെടും. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നോഷണൽ പ്രോഫിറ്റ് അവിടെ നിൽക്കട്ടെ. നോഷണൽ പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേഷൻ ഇല്ല, വർക്കിംഗ് പ്രോഗ്രസ് ആണ്. വർക്കിംഗ് പ്രോഗ്രസ്സിൽ 2 കാര്യം വരും. വർക്ക് സർട്ടിഫൈഡ്, അത് ഞാൻ കണ്ടു. എങ്ങനെ കണ്ടത്, 2 ലക്ഷം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു ക്യാഷ് റിസീവ് ചെയ്തത്. അത് വർക്ക് സർട്ടിഫൈഡിന്റെ 80% ആന്ന് പറഞ്ഞു. അപ്പൊ വർക്ക് സർട്ടിഫൈഡ് എത്ര അറിയൂല. അപ്പൊ ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ 80% ആണെങ്കിൽ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വർക്ക് സർട്ടിഫൈഡ് കാണും. അങ്ങനെയാണ് 2.5 ലക്ഷം കിട്ടി. വർക്ക് അൺസർട്ടിഫൈഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2.70. ഇനി മെറ്റീരിയൽ അറ്റ് ദ എൻഡ് 5,000 ക്വസ്റ്റ്യനിൽ തന്നതാണ്, അത് എടുത്ത് എഴുതി. ഇനി ശ്രദ്ധിക്കുക, പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പ്ലാന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മുഴുവൻ ഇവിടെ എഴുതിയതുകൊണ്ട് അതിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ബാലൻസ് ഉള്ളതാണ് ഇവരെ കൊടുക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇത് രണ്ടുള്ള ഡിഫറൻസ് ഡിപ്രീസിയേഷൻ ആയിരിക്കും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്ലാന്റ് ഈ 2 ലക്ഷം, അതിനുശേഷം ഡിപ്രീസിയേഷൻ എത്ര, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 10% ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പൊ 2 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 20,000 ആണ്. 20,000 ഫുള്ള് കിട്ടുമോ, ഇല്ല. 9 മാസത്തതേ ഉള്ളൂ. ഇപ്പൊ 12 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 9 ചെയ്യുമ്പോൾ 15,000 കിട്ടും. എന്നിട്ട് 2 ലക്ഷത്തിൽ നിന്ന് 15,000 കുറച്ച് 1,85,000. ഇനി ശ്രദ്ധിക്കുക, ഈ ഏരിയ മുഴുവൻ ടോട്ടൽ ചെയ്യുക. ആ ടോട്ടൽ ചെയ്യുമ്പോൾ 4,60,000 കിട്ടും. അതിൽ നിന്നും ഇത്രയും എക്സ്പെൻസ് നമ്മൾ കുറക്കുക. ഏതുവരെയുള്ള എക്സ്പെൻസ്, ഇതുവരെയുള്ള എക്സ്പെൻസ് കുറക്കുക. അങ്ങനെ കുറച്ച് കിട്ടുന്ന ഫിഗറിനെയാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്.
ഈ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 1,50,000. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ കോൺട്രാക്ട് പ്രൈസ് 5 ലക്ഷമാണ്. കോൺട്രാക്ട് പ്രൈസ് എത്ര? 5 ലക്ഷമാണ്. നമ്മൾ വർക്ക് സർട്ടിഫൈഡ് എത്ര കണ്ട്? 2,50,000 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 50% കിട്ടുക. ഈ 50% കിട്ടുകയാണെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അത് ശ്രദ്ധിക്കണം. നോഷണൽ പ്രോഫിറ്റിന് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഈ 50% കാൽക്കുലേഷനും വർക്ക് സർട്ടിഫൈഡ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നോഷണൽ പ്രോഫിറ്റിന്റെ 2/3 കാണാം. എത്രയായിരുന്നു നോഷണൽ പ്രോഫിറ്റ്? 1,50,000. അതിന്റെ 2/3 പറഞ്ഞാൽ 50,000 ആണ്. എന്നിട്ട് ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് കാണാം. 2/3 പറയുമ്പോൾ എന്താണ് 1 lakh ആവില്ല കേട്ടോ, 1,50,000. അപ്പൊ എന്താ അതിന്റെ 80% ആണ് ക്യാഷ് റിസീവ്ഡ്. വർക്ക് സർട്ടിഫൈഡിന്റെ എത്ര പെർസെന്റേജ്? 80 എന്ന് ക്വസ്റ്റ്യനിൽ തന്നത്. അതുകൊണ്ട് 80 എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി. അപ്പൊ 80,000 എന്ന് വന്നു. 80,000 P&Lക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഈ 1,50,000 ടോട്ടൽ ഇവിടെ എഴുതുക. അതിനുശേഷം ശ്രദ്ധിക്കുക, 80,000 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ വർക്കിംഗ് പ്രോഗ്രസിലേക്ക് ബാക്കി എടുക്കുക. അതായത് 1,80,000 ടോട്ടൽ ഉണ്ടായിരുന്നു. അതിന് 80,000 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എന്താണ്? 70,000 ആണ്. അത് ഇവിടെ റെക്കോർഡ് ചെയ്യും. ഈ രീതിയിലാണ് എല്ലാ ക്വസ്റ്റ്യനും. ഇതിന്ന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇതിലില്ല. ഇവിടെയും ശ്രദ്ധിക്കുക, നമുക്ക് എന്താണ് വർക്ക് സർട്ടിഫിക്കറ്റിന്റെ 80% ക്യാഷ് കിട്ടിയിട്ടുള്ളത്, 6 ലക്ഷം. അപ്പൊ അതെങ്ങനെ ചെയ്യാം? 6 ലക്ഷം അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 6 ലക്ഷം ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ വർക്ക് സർട്ടിഫൈഡ് കിട്ടും. ബാക്കിയൊക്കെ എല്ലാ ഇത് ഡെബിറ്റിലാണ്, ഇത് ഡെബിറ്റിലാണ്, ഇത് ഡെബിറ്റിലാണ്, ഇത് എന്താണ്? ഡെബിറ്റിലാണ്. മെഷീനറി പർച്ചേസ് ചെയ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോൺട്രാക്ട് പ്രൈസ് തന്നിട്ടുണ്ട്. ക്യാഷ് റിസീവ്ഡ് തന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജും തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ 16,000 തന്നിട്ടുണ്ട്. മെറ്റീരിയൽ സൈറ്റ് അറ്റ് ദ എൻഡ് അത് 16,000 ഉണ്ട്. അപ്പൊ ഇതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ വരും. ഈ സാധനങ്ങൾ ഇതാ ഓരോന്ന് നോക്ക് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നോഷണൽ പ്രോഫിറ്റ് വന്നു. എന്നിട്ട് നമുക്കിപ്പോ എത്രയാണ്? ഈ 50% തന്നെയാണ് ഇവിടെയും കംപ്ലീറ്റ്. അപ്പൊ കംപ്ലീറ്റ് 50% ആകുമ്പോൾ 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ്. ഇങ്ങനെ ചെയ്യാം. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോരാ കേട്ടോ. എല്ലാം കൂടെ നമുക്ക് ഈ അവസാന ദിവസം ഡിസ്കസ് ചെയ്യാൻ നേരമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നല്ല പോലെ സെറ്റ് ആക്കുക. ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇതേപോലെ തന്നെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മാറ്റങ്ങളൊന്നുമില്ല. നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി. നല്ല പോലെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത് 71%. 71% ആകുമ്പോഴും 50-ന്റെയും 90-ന്റെയും ഇടയിൽ 2/3 അല്ലേ ചെയ്യുക. അങ്ങനെ ചെയ്തതാണ്. അതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പ്രോസസ് കോസ്റ്റിംഗിന്റെ എസ്സേക്ക് എന്ത് ചെയ്യാൻ പോവാണ്. പ്രോസസ് കോസ്റ്റിംഗിൽ എന്തൊക്കെ എസ്സേ വന്നത് നോക്കുമ്പോൾ വലിയ എസ്സേകളൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തീരുമാനമാക്കാം. പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിംഗിലേക്ക് വരുമ്പോൾ എസ്സേ ഒരു പ്രോബ്ലം ഉണ്ട്, രണ്ടാമത്തെയും പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഈ ഒന്നാമത്തെ പ്രോബ്ലം എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്, പ്രോസസ് കോസ്റ്റിംഗിലും ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? എക്സ്പെൻസസ് ഒക്കെ വരണം. ക്രെഡിറ്റ് സൈഡിൽ എന്ത് വരണം? ഇൻകം വരണം. ഇൻകം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇൻകം എന്നല്ല, എക്സ്പെൻസ് ക്രെഡിറ്റ് സൈഡിൽ വരണം. ഇവിടെ ഇൻകം അല്ലല്ലോ, കോസ്റ്റിംഗ് അല്ലേ കാണുന്നത്. ഓക്കെ, ബാക്കി അഡ്ജസ്റ്റ്മെന്റ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരണം. അപ്പൊ നമുക്ക് നോക്കാം. ഇൻപുട്ട് ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ നമ്മൾ എത്രയാണ് എടുത്തത്? 840 റോ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിൽ 40 രൂപയാണ് ഒരു യൂണിറ്റിന് വരുന്നത്. അപ്പൊ കോസ്റ്റ് എത്ര വരും? മെറ്റീരിയൽ 840 × 40 വരും. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ 5,924 ഉണ്ട്. ഡയറക്റ്റ് വേജ് 8,000 ഉണ്ട്. പ്രൊഡക്ഷൻ ഓവർഹെഡ് 100%. ഡയറക്റ്റ് വേജസിന്റെ 100% പറഞ്ഞാൽ 8,000 തന്നെ. ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? 750. ശ്രദ്ധിക്കുക, 840 ഇൻപുട്ട് എടുത്തിട്ട് നമുക്ക് 750 കിട്ടിയിട്ടുള്ളൂ. അതിനർത്ഥം എന്താണ്? ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? 90 യൂണിറ്റ് നമുക്ക് നഷ്ടമാണ്. ലോസ് എത്രയാണ്? 90. ആക്ച്വൽ ലോസ് എത്രയാണ്? 90 യൂണിറ്റ് ആണ് അല്ലെ? ഓക്കെ, നോർമൽ ലോസ് എത്ര? 15%. ഏതിന്റെ? ഇൻപുട്ടിന്റെ. അപ്പൊ 840-ന്റെ 15% കാണണം. ഓക്കെ, 840-ന്റെ 15% എന്ന് പറഞ്ഞാൽ എത്ര? 840-ന്റെ 10% 84, 5%-ന് 42 വരും. അപ്പൊ 126 വരും. എന്ത് നോർമൽ ലോസ്. അതായത് നോർമൽ ലോസ് നമ്മൾ നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്ത ലോസ് ആണ്. എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് 126 ആക്ച്വൽ ലോസ് എത്രയേ ഉള്ളൂ? 90 ഉള്ളൂ. അതിനർത്ഥം എന്താ? 36 യൂണിറ്റ് നമുക്ക് അബ്നോർമൽ ഗെയിൻ ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഗെയിനാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ആക്ച്വൽ ലോസിനേക്കാളും കൂടുതൽ നോർമൽ ലോസ് വരികയാണ്. അപ്പൊ നമുക്ക് എന്താണ്? ബെനിഫിറ്റ് ആണ്. കാരണം എന്താ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 126 നഷ്ടം വരുന്നുണ്ട്. പക്ഷെ എത്ര വന്നിട്ടുള്ളൂ? ഇത്രേ വന്നിട്ടുള്ളൂ. ഇനി സ്ക്രാപ്പ് വാല്യൂ 10 രൂപയാണ്.
ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. ഇത് നമുക്ക് കോസ്റ്റ് ആണ്, ഇതും കോസ്റ്റ് ആണ്, ഇതും കോസ്റ്റ് ആണ്, ഇതും കോസ്റ്റ് ആണ്. കോസ്റ്റിന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. അതെല്ലാം അപ്പടെ എന്ത് ചെയ്യുക, എഴുതുക. യൂണിറ്റ് എടുക്കണേ, 840 യൂണിറ്റ് ഉണ്ട്. 840 യൂണിറ്റിന് 40 രൂപ വെച്ചിട്ട് 33,600 വരും. ഇനി ഓരോ കോസ്റ്റും ഡയറക്റ്റ് എടുത്തു. പ്രൊഡക്ഷൻ ഓവറോഡ് വേജസിന്റെ 2% അങ്ങനെ കിട്ടി. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ 2 പോയിന്റ് നല്ലപോലെ എടുക്കുക. 840 യൂണിറ്റ് ഉണ്ട്. നോർമൽ ലോസ് 126 ഇവിടെ എഴുതാം. ഓക്കെ, യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തത് 750 എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 876 ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എത്രയേ ഉള്ളൂ? 840 ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 36 യൂണിറ്റ്. ഡെബിറ്റ് സൈഡിൽ യൂണിറ്റ് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? അബ്നോർമൽ ഗെയിൻ ആണ്. അതൊന്ന് നല്ലപോലെ മനസ്സിലാക്കുക. അപ്പൊ യൂണിറ്റിന്റെ കോളം സെറ്റായി രണ്ട് ഭാഗം കൊണ്ടും. ഇനി നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ 10 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 126 യൂണിറ്റിന് 10 രൂപ വെച്ചിട്ട് 1260. ഈ 10 രൂപ ഇല്ല എന്നുണ്ടെങ്കിൽ, സ്ക്രാപ്പ് വാല്യൂ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 0 ആണ് ഇടുന്നത്. നോർമൽ ലോസിന് ഒരു വാല്യൂ ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. കോസ്റ്റ് പെർ യൂണിറ്റ് കാണൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്താ വെച്ചാൽ ഇവിടെ വരെയുള്ള ഡാറ്റയിലെ നമുക്ക് കിട്ടിയത് കോസ്റ്റിന് ഇപ്പൊ നമ്മൾ ചെയ്തത് ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യാം. എന്നിട്ട് ഈ നോർമൽ ലോസിന്റെ വാല്യൂ കുറക്കുക. നോർമൽ ലോസിന്റെ വാല്യൂ കുറക്കുക, അവിടെ കുറച്ചത് എടുക്കുക. അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തപ്പോൾ 55,524. നോർമൽ ലോസിന്റെ വാല്യൂ കുറച്ചു. ഇൻപുട്ടിന്ന് നോർമൽ ലോസ് കുറച്ചു. അതായത് ഇതെന്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് ആണ്. ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് 76 ഉണ്ട്. ഇനി നമ്മൾ യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് 750 യൂണിറ്റ്, അതിനെ ഈ കോസ്റ്റ് പെർ യൂണിറ്റ് ആയ 76 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 57,000 വരും. ഇതേപോലെ തന്നെ അബ്നോർമൽ ലോസ് 36 ആണ്. അതിനെ 76 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2,836 വരും. ഈ രണ്ട് ഫിഗറും ഇതാ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, സെറ്റ് ആണ് 57,000. ഇവിടെയും അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. കിട്ടിയത് മനസ്സിലാക്കുക, കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടിട്ട് ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഈ ഫിഗർ ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയൂല. അപ്പൊ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കോസ്റ്റ് പെർ യൂണിറ്റ് കാണുക. അതെങ്ങനെ ചെയ്യണ്ടേ? ആദ്യം ഇത്രയും നമ്മൾ കണ്ടെത്തിയത് അതെല്ലാം കൂടെ കൂട്ടുക, എന്നിട്ട് ഈ എമൗണ്ട് മാത്രം കുറക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ട്, 840 കുറക്കാനുള്ള യൂണിറ്റ് എത്ര, 126. 126 കുറക്കുക. അപ്പൊ കിട്ടുന്ന ആ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 76 ആണ്. ആ 76 ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സംഖ്യ കിട്ടും. ആ 76 36 യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് സംഖ്യയും കിട്ടും, ഇതും കിട്ടും. എന്നിട്ട് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വേണം. അതിന് മുമ്പായിട്ട് ഞാൻ നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറയാം. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. എന്തൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു, അബ്നോർമൽ ഗെയിനും നോർമൽ ലോസ് അക്കൗണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അബ്നോർമൽ ഗെയിനും നോർമൽ ലോസും ശ്രദ്ധിക്കുക. ആദ്യം നോർമൽ ലോസ് ആണ്. നോർമൽ ലോസ് എവിടെ എഴുതിയിട്ടുള്ളത്? ക്വസ്റ്റ്യന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയിട്ടുള്ളത്, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ നോർമൽ ലോസിന്റെ അക്കൗണ്ടിൽ വന്നിട്ട് അതേ എമൗണ്ട് 126,260 എഴുതി. അതിനുശേഷം നല്ലപോലെ ശ്രദ്ധിക്കുക, യഥാർത്ഥത്തിൽ നമുക്ക് ലോസ് എത്രയേ ഉള്ളൂ, 90 യൂണിറ്റ് ഉള്ളൂ. അപ്പൊ സ്ക്രാപ്പ് നമ്മൾ 10 രൂപക്ക് വിറ്റാൽ യഥാർത്ഥം നമുക്ക് കിട്ടുക എത്രയേ ഉള്ളൂ, 90 യൂണിറ്റ് ആണ്. ബാക്കി നമുക്ക് ഗെയിന് വന്നുകൊണ്ട് ആ ഗെയിന് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്യണം. അപ്പൊ ഇതിലെ ബാലൻസ് എന്ത് ചെയ്യണം, നേരെ ഇങ്ങോട്ട് പോരുക, 36 യൂണിറ്റ് 360. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ എവിടെയാണ് അബ്നോർമൽ ഗെയിൻ എഴുതിയത്, ഡെബിറ്റ് സൈഡിലാണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് എഴുതുക, എന്നിട്ട് ടോട്ടൽ എന്ത് ചെയ്യുക, അതുപോലെ ചെയ്യുക. വീണ്ടും ശ്രദ്ധിക്കുക, യഥാർത്ഥം നമ്മൾ പറയുന്നത് 2,736 ഗെയിൻ ഉണ്ടെന്ന്, യഥാർത്ഥത്തിൽ അത്ര ഗെയിൻ ഇല്ല. കാരണം നമ്മൾ ഇല്ലാത്ത നോർമൽ ലോസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇല്ലാത്ത നോർമൽ ലോസ്, ഇല്ലാത്ത ലോസ് ഡിഫക്റ്റീവ് സാധനം വെക്കാൻ കഴിയൂല. അപ്പൊ ആ 360 എടുത്തിട്ട് ഇവിടെ സെറ്റ് ഓഫ് ചെയ്യാം. ബാലൻസ് ആണ് കോസ്റ്റിംഗ് P&Lക്ക് പോകേണ്ടത്. അത് നല്ലപോലെ മനസ്സിലാക്കുക. ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഒന്നാമത്തത്. ഇതിൽ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം കുറച്ചൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ. പ്രോസസ് എക്സിലേക്ക് ടോട്ടൽ യൂണിറ്റ് എത്രയാണ്, ഔട്ട്പുട്ട് എത്രയാണ്? ഇൻപുട്ട് അല്ല പറഞ്ഞത്, ഔട്ട്പുട്ട് 2,500 യൂണിറ്റ്. അതായത് ഔട്ട്പുട്ട് നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം 2,500 യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് വാസ് കൺസിഡർഡ് ദാറ്റ് 200 യൂണിറ്റ് അബ്നോർമൽ ലോസ് ആണ്. പറഞ്ഞത് നല്ലപോലെ ശ്രദ്ധിക്കുക. 2,500 യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 200 യൂണിറ്റ് നമുക്ക് നഷ്ടം, അബ്നോർമൽ ലോസ് ആണ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് എന്താണ്? എക്സ്പെക്ട് ചെയ്ത ലോസിനേക്കാളും വന്നിട്ടാണ് 200 യൂണിറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ അബ്നോർമൽ ലോസ് ഇല്ലായിരുന്നെങ്കിൽ 2,700 യൂണിറ്റ് നമുക്ക് ഉണ്ടാവുമായിരുന്നു. ഈ 2,700 യൂണിറ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്. ഈ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ട് മൈനസ് എന്താണ്, നോർമൽ ലോസ് ആണ്. അത് നല്ലപോലെ മനസ്സിലാക്കുക. ഇൻപുട്ട് ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല.
അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നും കൂടെ പറയാം, 2500 യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ഈ 2500 യൂണിറ്റ് ഔട്ട്പുട്ടിൽ 200 യൂണിറ്റ് നമുക്ക് എന്താണ് അബ്നോർമൽ ലോസ് ആണ്. ഈ അബ്നോർമൽ ലോസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന യൂണിറ്റ് എത്ര? 2700 യൂണിറ്റ്. ഈ 2700 യൂണിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെ കിട്ടേണ്ടതാ? ഇൻപുട്ടിന്ന് നോർമൽ ലോസ് കുറച്ച് കിട്ടേണ്ട. ഈ നോർമൽ ലോസ് നമുക്ക് അറിയോ? നോർമൽ ലോസ് പറഞ്ഞാൽ 10%. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇൻപുട്ടിന്റെ 10% കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2700 കിട്ടും. ഇൻപുട്ട് എന്ന് പറഞ്ഞ സാധനത്തിന്റെ 10% കുറച്ച് 2700 കിട്ടും. അപ്പൊ ഇൻപുട്ടിന്ന് 10% കുറച്ച് എന്താണ് ബാലൻസ് എത്ര വരണ്ടേ? 90% വരണ്ടേ? ഈ 90% നമ്മൾ അപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ഇൻപുട്ട് എത്രയെന്ന് അറിയാൻ. അപ്പൊ 2700 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് കിട്ടും. ഇതൊന്ന് നല്ലപോലെ മനസ്സിലാകാത്ത ആൾക്കാർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇതാണ് ഞാൻ ആ പറഞ്ഞ സാധനം. ഔട്ട്പുട്ട് 2500 ഉണ്ട്, അബ്നോർമൽ ലോസ് 200 ഉണ്ട്. അപ്പൊ എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്ര? 2700 ആണ്. ഓക്കെ, ഈ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലോസ് അല്ലേ? അതില്ലായിരുന്നെങ്കിൽ 2700 നമുക്ക് കിട്ടുമായിരുന്നു. നോർമൽ ലോസ് 10% ഉണ്ട്. ഇനി ശ്രദ്ധിക്കുക, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് 90% ആണ്. കാരണം എന്താ? ഇൻപുട്ട് 100% ഇൻപുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ലോസ് എത്ര? 10%. അപ്പൊ 100ന്ന് 10 കുറച്ചാൽ എത്ര? 100 യൂണിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ 10 പോവും. അപ്പൊ ബാലൻസ് എത്ര ഉണ്ടാവുക? 90 ഉണ്ടാവും. ആ 2700 എന്ന് പറഞ്ഞത് 90 ആണ്. അത് 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ഇൻപുട്ട് കിട്ടും. അപ്പൊ ഇൻപുട്ട് 3000 ആണ്. അതിനെ മറ്റൊരു രീതിയിലും ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് എക്സ് മൈനസ് 10% ഓഫ് എക്സ് മൈനസ് 200 മൈനസ് 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആണ്. ആ രീതിയിൽ ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ ഇത് ഈസിക്കൽ ടു വരിക. അങ്ങനെ 2500 വരും. ഈ എക്സ് മൈനസ് 90 ഇത് ചെയ്ത് കഴിഞ്ഞാൽ അബ്നോർമൽ ലോസ് വരും. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിൽ നിന്ന് അബ്നോർമൽ ലോസ് കുറച്ചാൽ ഈസിക്കൽ ടു ആണ്. അപ്പൊ ഇനി 90% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2500 പ്ലസ് 200 ആണ്. അപ്പൊ 2700 കിട്ടും. 2700 പറഞ്ഞാൽ 90% ഓഫ് എക്സ് ആണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 2700 ഡിവൈഡ് ബൈ 90% 3000. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്യാം. കൺഫ്യൂഷൻ ഉള്ള ആളുകൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. നമുക്കിത് വളരെ ലാസ്റ്റ് ക്രൂഷ്യൽ ടൈമല്ലേ. പുതുതായിട്ട് ഇതാരും എന്ത് ചെയ്തരുത്, പഠിക്കരുത്. കാരണം എക്സാമിന് ആകെ 65 മാർക്കിനും എന്ത് വരും? തിയറി വരും. ബാക്കി ഏകദേശം എന്താണ് 10-30 മാർക്കിന് 40-50 മാർക്കിന്റെ അടുത്ത് പ്രോബ്ലം വരുന്നുണ്ടെങ്കിലും 110 മാർക്കിനല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 80 മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതേണ്ടതുണ്ടെങ്കിലും എക്സ്ട്രാ കുറെ ക്വസ്റ്റ്യൻ ഇല്ലേ? എസ്സേ തന്നെ കണ്ടില്ല നിങ്ങൾ, 4 ക്വസ്റ്റ്യൻ ഇല്ലേ? 2 എഴുതാൻ പാടുള്ളൂ. അപ്പൊ ആ ഒരു മാറ്റമുണ്ട്. അപ്പൊ അതിൽ തിയറി ഫോക്കസ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഇനി നോക്കുക, ഇൻപുട്ട് 3000 കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ എഴുതി വെച്ചു. ബാക്കി ഞാൻ വായിക്കാം. അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ വില 10 രൂപയാണ്. ഇപ്പൊ 3000 ഇൻറ്റു 10 കൂട്ടിയിട്ട് 30,000 എടുത്തു. ലേബർ എക്സ്പെൻസ് ആണ്, അത് ഇവിടെ കൊടുത്തു. ഓവർഹെഡ് എക്സ്പെൻസ് ആണ്, അതും ഇവിടെ കൊടുത്തു. ഇനി നോർമൽ ലോസ് എത്ര? നോർമൽ ലോസ് 10% 3000ന്റെ 10%ആയിട്ടുള്ള 300 എടുത്തു. ഇനി ഇതിന് റിയലൈസ് ചെയ്യുന്ന വാല്യൂ ഉണ്ട്, എത്ര? 5. ഇപ്പൊ 300 ഇൻറ്റു 5 1500 എടുത്തു. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ അടുത്തുള്ള യൂണിറ്റിന്റെ ഏരിയ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് 3000 യൂണിറ്റ് എന്ത് ചെയ്യണം? വരണം. ഇവിടെ 3000 യൂണിറ്റ് വരുന്നുണ്ടോ നോക്കുക. 300 യൂണിറ്റ് ഓൾറെഡി വന്നു. പിന്നെ 200 അബ്നോർമൽ ലോസിന്റെ അത് ഇവിടെ റെക്കോർഡ് ചെയ്തു. ഔട്ട്പുട്ട് 2500 ഉണ്ട്. ടോട്ടൽ ചെയ്യുമ്പോൾ 3000. ഇനി നമ്മൾ നോക്കുക, ഈ എക്സ്പെൻസ് മുഴുവൻ കൂട്ടിയതിനു ശേഷം 1500 കുറക്കുക. 1500 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ സംഖ്യന്ന് ഈ 3000 യൂണിറ്റിന്ന് 300 യൂണിറ്റ് കൊടുക്കുക. ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ആ കാര്യം. എക്സ്പെൻസ് മൊത്തം കൂട്ടുമ്പോൾ 44,700. അതിന് നോർമൽ ലോസിന്റെ വാല്യൂ കുറച്ചു. അപ്പൊ 43,200 വന്നു. 3000 യൂണിറ്റ് ആണ് നമുക്ക് എന്തുള്ളത്? ഇൻപുട്ട്. അതിന് നോർമൽ ലോസ് കുറച്ചു 2,700. ഇങ്ങനെ എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, 2,500 ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ആയ 16 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40,000 കിട്ടും. അബ്നോർമൽ ലോസിന്റെ കാണണമെങ്കിൽ 200 അല്ലേ അബ്നോർമൽ ലോസ്, ഇൻറ്റു 16 ചെയ്താൽ 3,200 കിട്ടും. ആ രണ്ട് സംഖ്യ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അതേപോലെ എടുത്ത് എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ ഇത് കാര്യങ്ങൾ. എന്നിട്ട് ഇത് ടോട്ടൽ ചെയ്തിട്ട് ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്നോർമൽ ലോസ് പ്രോസസ്സിന്റെ ഡെബിറ്റ്സ് ക്രെഡിറ്റ് സൈഡിലല്ലേ ഉള്ളത്. അപ്പൊ ഈ സംഖ്യ അതുപോലെ എന്ത് ചെയ്യുക? ഇവിടെ വരിക. ഓക്കെ, ഈ അബ്നോർമൽ ലോസ് നമുക്ക് വിൽക്കാൻ കഴിയൂലേ? 200 യൂണിറ്റ് 5 രൂപക്ക് വിറ്റൂടെ? നമ്മൾ നോർമൽ ലോസിന്റെ 300 അല്ലേ ഇപ്പൊ വിറ്റിട്ടുള്ളൂ. ഇത് ഡിഫക്റ്റീവ് ആണ്. അപ്പൊ ഈ 200 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു? വിറ്റു. 1000 രൂപ കിട്ടി 5 രൂപ വെച്ചിട്ട്. അപ്പൊ 3200 ഫുള്ള് നമുക്ക് അബ്നോർമൽ ലോസ് ഇല്ല. യഥാർത്ഥ ലോസ് എത്രേ ഉള്ളൂ? 2,200 ഉള്ളൂ. ഇതാണ് ഇതിന്റെ രീതി.
ഇനി നമുക്ക് എസ് എ ചോദിക്കുന്നത് ഒരു ചാപ്റ്റർ എന്നാണ്. ഇനി ഇതിൽ തിയറി ചോദിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി എസ് എ ചോദിക്കുന്നത് ബജറ്റിന്റെ ചാപ്റ്റർ, സോറി, ഇവിടെ എന്തുണ്ട്, ക്യാഷ് ബജറ്റിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ബജറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതേ സാധനം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, ഒരുപാട് ടൈം കളയണ്ടെന്ന് കരുതിക്കാം. ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം വീഡിയോ കേട്ടോ. ഓക്കെ, അത് നിങ്ങളെടുത്ത് കണ്ടാൽ മതി. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ എന്ത് ചെയ്യാണ്, സ്റ്റാൻഡേർഡ് അല്ല ബജറ്റിന്റെ ചാപ്റ്റർ ഉണ്ട് 11ാമത്തെ. ഇതിൽ എസ് ഇതേ എസ് ഉള്ളൂ, ഇതിൽ ചോദിച്ച എസ് ഇത് മാത്രമാണ്. ഈ എസ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് നോക്കുക. സിമ്പിൾ ആണ് കൈകാര്യം ചെയ്യാൻ. ഞാൻ ടൈം ഒരുപാട് കളഞ്ഞിട്ട് കാര്യമല്ലല്ലോ. റെക്കോർഡ് ചെയ്ത കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. ഞാൻ എൻ്റെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഏത് മുതലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നുള്ളതിൽ അതിൽ കാണിക്കാം. നിങ്ങൾ നല്ലപോലെ പ്രിപ്പറേഷൻ ഉഷാറാക്കി ചെയ്യുക. ഞാൻ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.